യൂഫമിസം ഈ ഒരു ഇംഗ്ലീഷ് ടേം കേട്ടിട്ടുണ്ടാവും. മൊഡിഫിക്കേഷൻ ഓഫ് വേർഡ്സ് എന്ന് ഞാൻ പറയും. അതായത് ഒരാൾ മരിച്ച് എന്ന് പറയുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡൈഡ് എന്നുള്ളതിന് പകരം പാസ്ഡ് അവേ എന്ന് യൂസ് ചെയ്യാം. ഒരു തരത്തിൽ മുറിവുമ്മൽ തേൻ പുരട്ടുന്ന പോലത്തെ ഒരു സംഭവം. സൈക്കോളജിയും പറയുന്നുണ്ട് 2 തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസംസ്. അതിലത്തെ ഒന്ന് സോർഗ്രേപ്പിസം, കിട്ടാത്ത മുന്തിരി പൊളിക്കും, എല്ലാവർക്കും അറിയാം അല്ലേ. രണ്ടാമത്തത് സ്വീറ്റ് ലെമണിസം, കിട്ടിയതാണ് ഏറ്റവും മധുരമുള്ളതെന്നുള്ള ആ ഒരു ചിന്ത. ജീവിതം സ്മൂത്തായിട്ട് പോകാൻ ഈ 2 മെക്കാനിസവും നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യാറുണ്ട്. എന്നാലും സാഡ് റിയാലിറ്റിയിൽ നിന്ന് ഒളിച്ചോടാനൊന്നും പറ്റില്ല. കാലഘട്ടത്തിൻ്റെ മേലൊക്കെ നമ്മൾ കുറ്റം ആരോപിക്കാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള എല്ലാ കാലഘട്ടത്തിലും നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങളും നല്ലതും ചീത്തയായിട്ടുള്ള മനുഷ്യന്മാരും ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ അതിൻ്റെ രീതിയും സിറ്റുവേഷനൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കാം എന്ന് മാത്രം. പക്ഷേ ഒന്നുണ്ട്, ഈ മൊഡിഫിക്കേഷൻ ഓവറായിട്ടുണ്ടെങ്കിൽ ലൈഫിൻ്റെ സാഡ് റിയാലിറ്റി നമ്മൾ അറിയാതിരിക്കും. ഇപ്പോൾ ഒരാൾ ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചോ, അയാളുടെ ആ ഒരു ആത്മഹത്യ ചെയ്ത് നിൽക്കുന്ന രംഗം കണ്ട ആളുടെ മനസ്സിലുണ്ടാകുന്ന ട്രോമയെക്കുറിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ടാകും. നാക്കൊക്കെ തുറിച്ച് കണ്ണൊക്കെ പുറത്തേക്ക് തള്ളി മൂത്രമൊക്കെ പോയിട്ടുള്ള ആ ഒരു ഡെഡ് ബോഡി, ആകെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഡെഡ് ബോഡി, അത് കണ്ടിട്ടുള്ള ആളുകളുടെ ലൈഫിലത്തെ ട്രോമ അത് എത്ര കാലം നീണ്ടു നിൽക്കുന്നുണ്ടാവും. കുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്യുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, അവിടെ ആത്മഹത്യ മാത്രമല്ല നടക്കുന്നത്, കൊലപാതകം കൂടിയാണ്. അവരവരുടെ പാരൻസിനെ കൊന്നു കളഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. മരണം എന്നുള്ളത് ഒരു അൾട്ടിമേറ്റ് ഫേറ്റാണ്, അതാർക്കും മാറ്റാനൊന്നും പറ്റില്ല. എന്നാലും ഒരു നിമിഷത്തെ ആയുസ് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എത്ര ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്. കുട്ടികളൊക്കെ ആദ്യം കൊണ്ടേ കാണിക്കേണ്ടത് RCCയും സ്പെഷ്യൽ സ്കൂൾസൊക്കെയാണ്. സ്പെഷ്യൽ സ്കൂളിലും ഹോസ്പിറ്റലിലൊക്കെ ജീവിതമായിട്ട് മല്ലിടുന്ന ആളുകളെ കാണുമ്പോഴാണ് നമുക്കൊക്കെ കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് പോകുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണിച്ചു കൊടുക്കുക. മുഖത്ത് 4 രോമം വളർന്നത് പോലും ഭംഗിയായിട്ട് കാണിച്ചു തന്ന റീൽസിലെ ചേച്ചിമാരോട് പുച്ഛം തോന്നും. ഈ രൂപം കോർങ്ങേടില്ലാതെ തന്ന ദൈവത്തെ സ്തുതിക്കും. എന്നിട്ട് ഒരു പോസ്റ്റ്മോർട്ടം ടേബിളിൻ്റെയും മുന്നിലേക്ക് സ്വന്തം ശരീരം വെട്ടിക്കീറി വികൃതമാക്കാൻ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കും.